ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ കണ്ടല്ലേ. തിയറി ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോസ്റ്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എന്താണ് ചെലവ്? കോസ്റ്റ് അതായത് ഒരു ഉൽപാദകൻ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന ചെലവാണ് കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ദ എക്സ്പെൻസസ് incurred by the producer when producing or in the production എന്ന് പറയാം. when producing goods and services സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചെലവാണ് കോസ്റ്റ് അഥവാ ചെലവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് രണ്ട് ടേമുകളിൽ അല്ലെ, രണ്ട് പീരിയഡാണ്, ലോങ് റണ്ണും ഷോർട്ട് റണ്ണും. അതുകൊണ്ട് കോസ്റ്റിനെയും നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റ് എന്നും ലോങ് റൺ കോസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ദ ഷോർട്ട് ഈസ് on the basis of the term of the production, the cost is divided into two. They are short run cost and long run cost. Cost is divided into two: short run cost and long run cost. ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. ഷോർട്ട് റണ്ണിൽ ചില നിവേശങ്ങൾ, ഇൻപുട്ടുകൾ എന്താണ്, ഫിക്സഡ് ആണ്. ഒരെണ്ണം മാത്രം വേരിയബിളാണ്. അതായത് ഒരെണ്ണം ചേഞ്ച് ചെയ്യുകയും ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയും ചെയ്യുന്ന പീരിയഡാണ് ഷോർട്ട് റൺ. അതേസമയം ലോങ് റൺ എന്ന് പറയുന്നതിൽ എല്ലാ ഇൻപുട്ടുകളും വേരിയബിളാണ്. നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലും പഠിക്കാൻ പോകുന്നത്. ഷോർട്ട് റൺ കോസ്റ്റിനെ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ദ ഷോർട്ട് റൺ കോസ്റ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ടു. ദേ ആർ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. എന്നുവെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻപുട്ടിന് വേണ്ടി ചെലവാക്കുന്ന തുകയാണ്. ഫിക്സഡ് ഇൻപുട്ടുകൾ പോലെ തന്നെ മാറ്റമില്ലാതിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുമ്പോൾ അവിടെ എന്തൊക്കെ ആവശ്യങ്ങളാണ്? ലാൻഡ് അഥവാ ബിൽഡിങ് വേണം അല്ലേ, കുറച്ച് സ്റ്റാഫ്, സ്ഥിരം സ്റ്റാഫ് വേണം, അങ്ങനെയൊക്കെയുള്ള ചെലവുകളെ, അതായത് അതേപോലെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന ഇൻപുട്ടുകൾ, അതിനൊക്കെ ആയിട്ട് വരുന്ന ചെലവുകളെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ദ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദ പർച്ചേസ് ഓഫ് ദ ഫിക്സഡ് ഇൻപുട്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ പ്രൊഡ്യൂസർ for purchasing fixed inputs. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ TFC എന്നാണ് എഴുതാറ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ചുരുക്കി നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതിന് TFC എന്നാണ്
വിളിക്കുന്നത്. കോസ്റ്റ് ഇൻകേർഡ് ഫോർ പർച്ചേസിങ് ഫിക്സഡ് ഇൻപുട്ട്. ഫോർ എക്സാമ്പിൾ, the expense for giving the salary of permanent staff, for purchasing the machinery, for purchasing building, etc. ഇതൊക്കെ നമുക്ക് എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? വേരിയബിൾ ഔട്ട്പുട്ട് ഇൻപുട്ടിന് വേണ്ടി ചെലവാകുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ്. അതായത് കോസ്റ്റ് ഇൻകേർഡ് ഫോർ the cost incurred for purchase of variable inputs. വേരിയബിൾ ഇൻപുട്ടിന് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് ടോട്ടൽ ഫിക്സ് വേരിയബിൾ കോസ്റ്റ് TVC എന്ന് പറയുന്നത്. ഇനി എന്താണ് TVC ആയിട്ട് വരിക? ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയലിന് ചിലവാക്കുന്ന തുക, ദ കോസ്റ്റ് ഓർ ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പർച്ചേസിങ് റോ മെറ്റീരിയൽസ്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഗതാഗത ചെലവുകൾ. അതേപോലെ ഫോർ ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഗിവിങ് സാലറി ടു ദ ടെമ്പററി വർക്കേഴ്സ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ വേരിയബിൾ കോസ്റ്റിലാണ് പെടുക. അപ്പോൾ TVCയും TFCയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റിൽ ഈ രണ്ടെണ്ണവും കൂട്ടി ചേർത്താൽ കിട്ടുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ്, ദ കോസ്റ്റ് സം ടോട്ടൽ ഓഫ് TFC and TVC. ടോട്ടൽ കോസ്റ്റ് TC എന്ന് പറയും. TC, ടോട്ടൽ കോസ്റ്റ് TC is equal to TFC plus TVC. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ആകെ തുകയാണ് ടോട്ടൽ കോസ്റ്റ് TC എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മൂന്ന് കോസ്റ്റുകളുടെ കർവ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാമിന് പല തവണയും ചോദിച്ചിട്ടുള്ള ഒരു കോസ്റ്റാണത്. ഒന്നെങ്കിൽ നമുക്ക് ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ വരയ്ക്കാൻ പറയും. ഓക്കെ, അപ്പം നമുക്കൊന്ന് വരച്ചു നോക്കാം. വരയ്ക്കാൻ നമ്മൾ XY ആക്സിസ് വരച്ചു. ഇവിടെ നമ്മൾ TFC, TVC, TC മാർക്ക് ചെയ്യും. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ട് വേരിയബിൾ ഇൻപുട്ടാണ് X ആക്സിസിൽ എടുക്കുന്നത്. Y ആക്സിസിൽ TCയും TVCയും TFCയും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ദാറ്റ് ഈസ് നോട്ട് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ഇൻപുട്ട്. വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുമ്പോൾ മാറ്റം വരാത്ത കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റ് വാട്ട് എവർ മേ ബി ദ വേരിയബിൾ ഇൻപുട്ട്, ദ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം ഫോർ എവർ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുക ഒരു X ആക്സിസിനുള്ള പാരലൽ ലൈനായിട്ടാണ് വരയ്ക്കുക. കണ്ടില്ലേ? ഇതിനെ നമ്മൾ TFC എന്ന് കൊടുക്കും. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇൻപുട്ട്, വേരിയബിൾ ഇൻപുട്ട് മാറുന്നതനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുക? നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. ദ കോസ്റ്റ് ദാറ്റ് വാരി വിത്ത് ലെവൽസ് ഓഫ് വേരിയബിൾ ഇൻപുട്സ് ഓർ ദ കോസ്റ്റ് ദാറ്റ് ചേഞ്ചസ് വിത്ത് ലെവൽസ് ഓഫ് ഇൻപുട്ട് ഈസ് കോൾഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻപുട്ട് 0 ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും.
ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് TVC കർവ് 0-യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് TVC വരയ്ക്കാം. TVC എന്നല്ലേ, ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്പിലാണ് TVC കർവ് പോവുക. അപ്പം അതിൻ്റെയൊക്കെ കോഴ്സ് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ TVC സ്റ്റാർട്ട് ചെയ്യണത് 0-യിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? വേരിയബിൾ കോസ്റ്റ് 0 ആകുമ്പോൾ TVC 0 ആയിരിക്കും. ഇനി വേരിയബിൾ കോസ്റ്റ്, അതായത് ലെവൽ ഓഫ് ഇൻപുട്ട്, വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചാണ് TVC ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് TFCയുടെയും TVCയുടെയും ടോട്ടലാണ് TC അല്ലേ. അപ്പോൾ TC എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? TFCയിൽ നിന്നാണ്. അതായത് TC എന്താണ്? 0 ലെവൽ ഔട്ട്പുട്ടിൽ എന്താണോ TFC അതായിരിക്കും TC വരിക. അപ്പോൾ TC സ്റ്റാർട്ട്സ് ഫ്രം TFC ആണ്. TFCയിൽ നിന്നാണ് TC സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് കണ്ടില്ലേ, ഇതാണ് TC. അപ്പോൾ ഈ 3 കർവുകൾ നമ്മൾ കോസ്റ്റ് രണ്ടായിട്ട് തിരിച്ചു. ലോങ് റൺ കോസ്റ്റ് എന്നും ഷോർട്ട് റൺ കോസ്റ്റ് എന്നും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ പ്രത്യേകത നമുക്കറിയാം എന്താണ്? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ട്. കാരണം ഷോർട്ട് റണ്ണിൽ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻപുട്സ്, ഫിക്സഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട്. അതുകൊണ്ടാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് വരുന്നത്. വേരിയബിൾ ഇൻപുട്ടിന് വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് ഇൻപുട്ടിന് വേണ്ടി ചിലവാകുന്ന തുകയെ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കും. ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും സം ടോട്ടലാണ് ടോട്ടൽ കോസ്റ്റ് TC എന്നറിയപ്പെടുന്നത്. TC ഈസ് ഈക്വൽ ടു TVC പ്ലസ് TFC ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കർവ് ആണ് പിന്നീട് നമ്മൾ പഠിച്ചത്. കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാൻ വരും. ഒന്നെങ്കിൽ 3 കർവ്സ് നമുക്ക് തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് തരിക, അല്ലെങ്കിൽ എന്ത് തരും? നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി തരും. അപ്പോൾ എങ്ങനെയായാലും പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.